Hello everyone, welcome back. It's me, Sahla. ഇന്നൊരു മാസ്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് മാസ്കിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസ്ക് ആണ്. കാരണം ഇത് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും സ്വീം മെഷീൻ ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ്. ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ സാധാരണ ക്ലോത്ത് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മാസ്ക് ഉണ്ടാക്കാൻ ഞാനൊരു കോട്ടൻ്റെ കട്ടിയുള്ള ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് തന്നെ എടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും സൈസിലുള്ള ഒരു റൗണ്ട് ഇതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മുൻപൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ റൗണ്ട് മാർക്ക് ചെയ്യാൻ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ ലിഡോ ഒക്കെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾ ആർക്കാണോ മാസ്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം റൗണ്ട് മാർക്ക് ചെയ്യാൻ. വലിയവർക്കുള്ള അളവ് 11 ഇഞ്ച് ഡയമീറ്റർ ആണ്. ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു 9 ഇഞ്ച് മതിയാകും. കുട്ടികൾക്കുള്ള മാസ്ക് ആണെങ്കിൽ ഒരു 8 ഇഞ്ചും. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 9 ഇഞ്ച് ഡയമീറ്ററിലാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മടക്ക് വരുന്ന ഭാഗത്തുകൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിത് 4 പീസാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്തിട്ട് ആ ഫോൾഡിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ സൈസിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോൾഡിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള 4 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓരോ ഫോൾഡിലൂടെയും കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതാ ഇവിടെ കട്ട് ചെയ്യാം. അതിനുശേഷം ഓരോന്നും വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള 4 പീസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് അതിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന വിധത്തിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഏതെങ്കിലും ഒരു ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു കർവ് വരുന്ന ഭാഗത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലൈനായിട്ട് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല നീറ്റായിട്ട് ചെയ്യണം. അതിനുശേഷം മറ്റൊരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം താഴെ വരുന്ന വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇനി അടുത്തതും ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് നീങ്ങിപ്പോകാതെ കറക്റ്റ് ഒരുപോലെയാകാൻ ശ്രദ്ധിക്കണം. പിന്നെ റൈറ്റ് സൈഡിലാണ് ഗ്ലൂ ആക്കി കൊടുക്കേണ്ടത്. അതിന് മുകളിൽ വീണ്ടും മറ്റേതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ വരണം. അതായത് രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വരണം. പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കി കൊടുക്കണം. എന്നാലേ കറക്റ്റ് അവിടെ ഒട്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതൊരു 3-4 മണിക്കൂർ നന്നായി ഡ്രൈ ആയി ഉണങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് പിടിച്ച് വലിച്ചാൽ പോലും ഇവിടുന്ന് വിട്ടു പോരില്ല. ഇനി ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗം പുറത്ത് വരുന്ന വിധത്തിലായിട്ടൊന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഒരു ലൈന് പോലെ വരച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ആക്കി കൊടുക്കണം. എന്നാലേ നല്ല രീതിയിൽ അവിടെ സ്റ്റിക്ക് ആവുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരറ്റത്തായിട്ട് 1 ഇഞ്ചിൽ ഗ്യാപ്പ് ഇടണം. നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നല്ല ഭാഗം മറിച്ചെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെക്കേണ്ടതും ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന വിധത്തിൽ തന്നെയാണ്. രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഒരുപോലെ മാച്ചാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഒന്നിന് മുകളിൽ മറ്റേത് കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ വേണം വെക്കാൻ. ഇവിടെയാണ് ഈ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്യാപ്പ് ഇടാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതിൻ്റെ അകം വശം പുറത്തേക്ക് മറിച്ചെടുക്കണം.
എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കോർണറും എഡ്ജസും ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇട്ടിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഇതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിന് വേണ്ട ഇലാസ്റ്റിക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മാസ്ക് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ ഒരിക്കലും ഇത് ഒട്ടിച്ചതാണെന്നൊന്നും പറയില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഉണ്ട്. ഇനി ഇതിന് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 2 സൈഡിലും ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒട്ടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. ഇലാസ്റ്റിക് ഇങ്ങനെ വലിയുമ്പോൾ അത് വിട്ടു പോരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് തുന്നി കൊടുക്കാം. അപ്പോൾ സൂചി നൂലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുന്നി ഇവിടെ സെക്യൂർ ആക്കി വെക്കാം. പിന്നെ നിങ്ങൾ തുന്നുന്ന സമയത്ത് ഉള്ളിലുള്ള ഈ ഒരു ലെയറിൽ മാത്രം തുന്നുകയാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് സ്റ്റിച്ച് കാണാതെ നല്ല വൃത്തിയിൽ തുന്നിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യണം. ഇപ്പോൾ ഇത് 2 സൈഡിലും തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലത്തെ ലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ അളന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ലാസ്റ്റിക് എടുക്കുക. കാരണം നമുക്കിത് കെട്ടാനുള്ള ഒരു ലെങ്ത്തും കൂടെ വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ളത് വേണം എടുക്കാൻ. സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ വേണ്ടി വരും. കുറച്ച് കെട്ടാനുള്ള ആ ഒരു ലെങ്ത്തും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി ഈ കെട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ അത് അവിടെ നിന്ന് പോരില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യാം. ഇപ്പോൾ 2 സൈഡിലും ഇലാസ്റ്റിക്കൊക്കെ വെച്ച് നമ്മുടെ മാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ ഒട്ടിച്ചതാണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾ ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ല, അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് സാധാരണ ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. ഇത് കേടാവില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരിക്കലും മാസ്ക് ഒരു അലങ്കാരം മാത്രമായിട്ട് കാണരുത്. നല്ല കട്ടിയുള്ള ക്ലോത്ത് ഉപയോഗിച്ച് തന്നെ മാസ്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.